ഹലോ എവരിവൺ. നമ്മൾ ഡേ 5 വരുന്ന ഇന്ന് സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസാണ് പഠിക്കുന്നത്. ബയ്യേഴ്സ് സപ്പോർട്ട് എപ്പോഴും ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ബയ്യേഴ്സിനെ ആയിരിക്കും. സപ്പോർട്ട് നമ്മളൊരു ഫ്ലോർ പോലെ തിങ്ക് ചെയ്യുക. ഫ്ലോർ അവിടെ നിന്ന് മുകളിലേക്ക് പ്രൈസ് മൂവ് ചെയ്യാൻ വേണ്ടി, അതായത് അവിടെ ഇടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ മുകളിലേക്ക് ഉയരും. റെസിസ്റ്റൻസ് എങ്ങനെയാണ്? നമ്മുടെ വീടിൻ്റെ സീലിംഗ് അവിടെ പ്രൈസ് ഇടിച്ച് കഴിഞ്ഞാൽ താഴത്തേക്ക് വരാനാണ് ചാൻസ്. അപ്പോൾ റെസിസ്റ്റൻസ് സെല്ലേഴ്സിനും സപ്പോർട്ട് ബയ്യേഴ്സിനും ആയിരിക്കും. അപ്പോൾ നമ്മൾ ഇന്ന് അതാണ് പഠിക്കാൻ പോകുന്നത്. ഇവരെവിടെയൊക്കെ കാണും, എങ്ങനെയാണ് സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് നമ്മൾ വരയ്ക്കുന്നത് എന്നൊക്കെയാണ് ഇന്ന് പഠിക്കാൻ പോകുന്നത്. നമുക്ക് ചാർട്ടിൽ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് വരയ്ക്കാൻ ചില ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ നമ്മൾ ഇൻഡിക്കേറ്ററിൽ പിവറ്റ് സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞൊരു ഇൻഡിക്കേറ്റർ ഉണ്ട്. അത് ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്താൽ മതി, അത് ഓട്ടോമാറ്റിക്കായിട്ട് വരും. അത് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് മെയിനായിട്ട് ഒരു പിവറ്റ് പോയിൻ്റ്, അതായത് സെൻട്രൽ പോയിൻ്റ് അറിയും, അത് പിവറ്റ് പോയിൻ്റ് എന്നറിയപ്പെടുന്നത്. അത് നമ്മൾ P1 അറിയപ്പെടും. പിന്നെ നമുക്ക് റെസിസ്റ്റൻസ് ആൻഡ് സപ്പോർട്ടുള്ള റെസിസ്റ്റൻസ് നമ്മൾ മുകളിലേക്ക് വരയ്ക്കുന്നു. ഇവിടെ സപ്പോർട്ട് റെസിസ്റ്റൻസ് നമ്മൾ R1 R2 R3 എന്ന് നമ്മൾ ഇൻഡിക്കേറ്റ് ചെയ്യും. സപ്പോർട്ടിനാണ് S1 S2 S3. ഇതിൽ രണ്ട് കൺസെപ്റ്റ് ഉണ്ട് എന്ന് പറയാം. നമ്മൾ സപ്പോർട്ടിൽ വന്നു കഴിഞ്ഞാൽ എന്താണ്, അതായത് വീടിൻ്റെ ഫ്ലോർ പോലെ പ്രൈസ് വന്നു, ഇവിടെ പ്രൈസ് വന്നു കഴിഞ്ഞാൽ ഇവിടെ ബയ്യേഴ്സ് ആണ് കാണപ്പെടുന്നത്. ആ പ്രൈസ് തിരിച്ച് പോവും എന്നാണ് നമ്മൾ പഠിക്കുന്നത്. അതിപ്പം സപ്പോർട്ട് 2 വന്നാലും അങ്ങനെ തന്നെയാണ്, സപ്പോർട്ട് 3 വന്നാലും അതുപോലെ തന്നെയാണ്. അത് ഇവിടെയെല്ലാം ബയ്യേഴ്സ് കാണും. അങ്ങനെയാണ് റെസിസ്റ്റൻസിൽ ഇവിടെ നിന്ന് പ്രൈസ് റെസിസ്റ്റൻസിൽ ചെന്ന് ഇടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വീടിൻ്റെ സീലിംഗ് പോലെ അത് പ്രൈസ് തിരിച്ചു വരും. അപ്പോൾ ഇവിടെ സെല്ലേഴ്സ് കാണും. അതുപോലെ ഇവിടെയും പ്രൈസ് ചെന്ന് ഇടിച്ചു, R2 റെസിസ്റ്റൻസ് 2 വന്ന് ഇടിച്ചു, അപ്പോൾ ഇവിടെ തിരിച്ച് പോകും, കാരണം ഇവിടെ സെല്ലേഴ്സ് ഉണ്ട്. R3യിലും ഇതുപോലെ തന്നെ അവിടെ സെല്ലേഴ്സ് ഉണ്ട്, അതുകൊണ്ട് പ്രൈസ് തിരിച്ചു പോകും. ഇത് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. റെസിസ്റ്റൻസിൽ എപ്പോഴും സെല്ലേഴ്സ് കാണും, അവിടെ ബയ്യേഴ്സ് അല്ല കാണുന്നത്, സെല്ലേഴ്സാണ് കൂടുതൽ കാണപ്പെടുന്നത്. അത് സപ്പോർട്ടിൽ എപ്പോഴും ബയ്യേഴ്സാണ് കാണപ്പെടുന്നത്. നമ്മളിപ്പോൾ ബൈ വാങ്ങാൻ വേണ്ടി നിൽക്കുക, അങ്ങനെയാണെങ്കിൽ സപ്പോർട്ടിൽ വന്നാൽ മാത്രമേ എടുക്കാവുള്ളൂ. നമ്മൾ സെല്ല് ഒരിക്കലും ബയ്യേഴ്സിൻ്റെ, അതായത് സപ്പോർട്ട് പോയിന്റിൽ വന്ന് എടുക്കരുത്. അതുപോലെ സെല്ലേഴ്സിൻ്റെ കേസിലും റെസിസ്റ്റൻസിൻ്റെ കേസിലും റെസിസ്റ്റൻസിൽ പോയി ബൈ ചെയ്യരുത്. അവിടെ സെല്ലേഴ്സാണ് കൂടുതൽ ഉള്ളത്, അവിടെ കൂടുതലും സെല്ലിംഗ് ആണ് നമ്മൾ നോക്കാവുള്ളൂ. ഇതൊരു കൺസെപ്റ്റ്. രണ്ടാമത്തെ കൺസെപ്റ്റ്, ഇതും കൂടെ നിങ്ങൾ പഠിച്ചു വെക്കണം. പിവറ്റ് പോയിൻ്റ്, ഈ പിവറ്റ് റെസിസ്റ്റൻസ് 1 റെസിസ്റ്റൻസ് 2 റെസിസ്റ്റൻസ് 3 S1 സപ്പോർട്ട് 1 സപ്പോർട്ട് 2 സപ്പോർട്ട് 3. ഇവിടെ പ്രൈസ് വന്നു കഴിഞ്ഞാൽ എന്താണ് ഞാൻ പറഞ്ഞത്, ബയ്യേഴ്സ് കാണും, പ്രൈസ് തിരിച്ചു പോകും. എന്നാൽ ആക്ച്വലി വേറൊരു കൺസെപ്റ്റ് കൊണ്ടുണ്ട്. അങ്ങനെയാണ് ഈ പ്രൈസ് താഴെയാണെങ്കിലും, ഈ സപ്പോർട്ട് ലൈനിൻ്റെ താഴെ വന്നാണ് ഇടിക്കുന്നെങ്കിലും എന്ത് ചെയ്യും, ഇവിടെ ബയ്യേഴ്സ് ഉണ്ട്, എന്നാൽ ഇവിടെ ബയ്യേഴ്സ് അല്ല, ഇവിടെ സെല്ലേഴ്സാണ് ഉള്ളത്. ആ പ്രൈസ് തിരിച്ചു പോകാനാണ് സാധ്യത. സപ്പോർട്ടിൻ്റെ മുകളിലാണെങ്കിൽ ബയ്യേഴ്സും സപ്പോർട്ടിന് താഴെ സെല്ലേഴ്സും. അങ്ങനെയാണ് റെസിസ്റ്റൻസിൻ്റെ കേസിലും അങ്ങനെയാണ്, റെസിസ്റ്റൻറ്റ് താഴെ സെല്ലേഴ്സും മുകളിൽ ബയ്യേഴ്സും. എന്തുകൊണ്ടെന്ന് പറയാം. സപ്പോർട്ടിൽ താഴെ സെല്ലേഴ്സ് കാണാൻ കാരണം, ഇതൊരു സപ്പോർട്ട് ഭാഗമല്ലോ, ഇതിന് മുകളിൽ വന്നു കഴിഞ്ഞാൽ പ്രൈസ് ഇടിച്ച് മുകളിലേക്ക് പോകാൻ പറ്റുള്ളൂ. എന്നാൽ ഇതിൻ്റെ താഴെ പ്രൈസ് ബ്രേക്ക് ചെയ്യുന്നില്ലെങ്കിൽ, ഇതിൻ്റെ മുകളിലേക്ക് പോകുന്നില്ലെങ്കിൽ അവിടെ ബയ്യേഴ്സ്, അവിടെ ചെന്നാൽ മാത്രമേ ബയ്യേഴ്സ് ഉള്ളൂ. അപ്പോൾ താഴെ സെല്ലേഴ്സ് ഉണ്ട്, അവർ പ്രൈസ് താഴത്തേക്ക് പോകാനേ നോക്കുള്ളൂ. അതുപോലെ തിരിച്ചും റെസിസ്റ്റൻസിൻ്റെ കേസിലും ഇതുപോലെ തന്നെയാണ് വരുന്നത്. താഴെയാണ് സെല്ലേഴ്സ് കാണില്ല, അതിൻ്റെ മുകളിൽ പ്രൈസ് ബ്രേക്ക് ചെയ്തു കഴിഞ്ഞാൽ സെല്ലേഴ്സിനെ തോപ്പിച്ചു, അപ്പോൾ അവിടെ ബയ്യേഴ്സാണ് കാണുന്നത്. ബയ്യേഴ്സ് ആ പ്രൈസ് അവിടെ നിന്ന് അത് സപ്പോർട്ടായി, ആ റെസിസ്റ്റൻസ്
സപ്പോർട്ടായി ബ്രേക്ക് ചെയ്തപ്പോൾ ആ സപ്പോർട്ട് അപ്പോൾ ബയേഴ്സ് അവിടെ ആക്റ്റീവായി, ബയേഴ്സിൽ നിന്ന് പ്രൈസ് മൂവ് ചെയ്യുന്നു. അപ്പോൾ ഈ രണ്ട് കൺസെപ്റ്റും പഠിക്കണം. അതായത് ഒരു വരയുണ്ടെങ്കിൽ ആ വര റെസിസ്റ്റൻ്റാണോ സപ്പോർട്ടായിട്ടോ നോക്കണം. നോക്കിയിട്ട് അതിന് റെസിസ്റ്റൻ്റ് ആണെങ്കിൽ താഴെയും സപ്പോർട്ടാണെങ്കിൽ സപ്പോർട്ട് ലൈനാണെങ്കിൽ മുകളിലുമാണ് കാണപ്പെടുന്നത്. പക്ഷേ ഇതിൻ്റെ ഓപ്പോസിറ്റ് വരുമ്പോൾ നമ്മൾ ഓപ്പോസിറ്റ് വരുമ്പോൾ നമ്മൾ ഓപ്പോസിറ്റ് രീതിയിലും തിങ്ക് ചെയ്യണം. അടുത്ത ക്ലാസ്സുമായിട്ട് നെക്സ്റ്റ് ഡേ കാണാം. ഓക്കെ, ബൈ.